എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം PR മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻ ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പഠിച്ച പാരിജാതം എന്ന ഗാനത്തിൻ്റെ അനുപല്ലവിയും ചരണവും ഒന്നാണെന്ന് ഞാൻ പറഞ്ഞു. അത് നമുക്ക് ഇന്ന് പഠിക്കാം. അപ്പോൾ വൺ ടു ത്രീ ഫോർ. മൂടൽ മഞ്ഞ മുലക്കച്ച കെട്ടിയ മുത്തണിക്കുന്നിൽ താഴ്വരയിൽ ഗമകരിക പദപ പരിരീ ഗ. അത് ഗമകരിക ഒരു മധ്യമ ടച്ച്. ഗമകരിക പദപ പരിരീ ഗ. അപ്പോൾ ഗമകരിക എന്നുള്ള കട്ട് വരാതിരിക്കാനാണ് 3 വരൽ വായിച്ച് ഞാൻ ഗമകരിക അങ്ങനെ വായിക്കാം. ഗമകരിക എന്ന് വായിക്കാം. ഇത് സായാകുമ്പോൾ ഗമകരിക കട്ട് കുടുവെന്ന് പറഞ്ഞ് വരില്ല. ഗമകരിക ഇങ്ങനെ വായിക്കാം ഈശ്വരി. ഇതിപ്പോൾ ഗമകരിക ഈ വിരൽ മാത്രം പകടി. ഗമകരിക പദപ പരിരീ ഗ. എന്നൊരു പറയാം. ഗമകരിക പദപ പരിരീ ഗ. വായിക്കുമ്പോൾ ഒന്നുകൂടി. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. മുത്തണിക്കുന്നിൻ താഴ്വരയിൽ മദദ പാദവൻ പദപമ മദദ പാദ പദപമ. അപ്പൊ ചേർത്ത് വായിക്കുമ്പോൾ മൂടൽ മഞ്ഞ മുലക്കച്ച കെട്ടിയ മുത്തണിക്കുന്നിൻ താഴ്വരയിൽ ഗമകരിക പദപ പരിരീ ഗ. മദദ പദപാദവൻ പദപമ. ചേർത്ത് വായിക്കാം. ബാക്കി നിത്യകാമുകി അങ്ങനെ ഒരു വരി വരും. വേറെ ഒട്ടൊന്നും വരരുത്. ഫ്ലൂട്ടിൽ വരുമ്പോൾ ഒന്നിട്ട് വായിക്കാം. അവിടെ നോട്ട് മാറിപ്പോരുത്. വളരെ സജീവമായിക്കണം. സസ്റ്റൈൻ അടുത്തത് നിത്യകാമുകി നിൽപ്പു ഞാനേ. നിത്യകാമുകി നിൽപ്പു ഞാനേ. മാദദാസ സദ പദപമ. മാദദാസ രിസദ രിസദ പദപമ.
അത് കഴിഞ്ഞിട്ട് വൺ നിശാ നികുഞ്ചത്തിനരികിൽ ഒരു ബീറ്റ് ഉണ്ട്. വൺ ഗ ഗ ഗ ഗ ഗ പ ഗരി സനിധ. വൺ ഗ ഗ ഗ ഗ ഗ പ ഗരി സനി. അത് സ്പീഡ്. ഗരി സനിധ. 1 2 3 4. താളത്തിൽ പറയുമ്പോൾ വൺ ഗ ഗ ഗ ഗ ഗ പ ഗരി സനിധ. വൺ ഗ ഗ. ആദ്യത്തെ ഗ നമ്മൾ ഓപ്പൺ, ഒരു രണ്ടാമത്തെ ഗ ടച്ച് കൊടുത്താൽ വൺ ഗ ഗ ഗ ഗ ഗ പ ഗരി സനിധ. വൺ. അപ്പോൾ ഒന്നിട്ട് വായിക്കാം. വൺ. അപ്പം നിത്യഗാമിക തൊട്ട് ഇവിടത്തോളം വായിക്കാം. വൺ. പിന്നെ അതിൻ്റെ ബാക്കി വൺ അടികണ്ട്. വൺ. എഴുന്നേൽക്കൂ സഖി എഴുന്നേൽക്കൂ. വൺ. പനി നീനി നിരി സരിസ നിരി സരിസ നിപ. എഴുന്നേൽക്കൂ സഖി നിരി സരിസ നിപ എന്ന് വരും. വൺ. പനി നീനി നിരി സരിസ നിപ നിസ സാ സാ. എഴുന്നേൽക്കൂ നിസ സാ സാ. ചേർത്ത് പറയുമ്പോൾ വൺ. പനി നീനി നിരി സരിസ നിപ നിസ സാ സാ. തൊട്ട് വരുമ്പോൾ വൺ. പിന്നെ ലാസ്റ്റ് ലൈൻ ഏകാന്തജാലകം തുറക്കൂ മാമാരി മാമാരി. ഇത് നമ്മൾ മറ്റേ ഫിംഗർ 3 വിരലാണെങ്കിൽ മാമാരി എന്നെടുക്കാൻ പറ്റും. ഇതിപ്പോൾ മാമാരി എന്ന് പറയുമ്പോൾ മാമാഗരി എന്ന് വരും അറിയാതെ. അതാണ് 2 വിരലിലും വായിക്കുമ്പോഴും 3 വിരലിലും വായിക്കുമ്പോഴുള്ള വ്യത്യാസം. അപ്പോൾ മാമാരി ഗമഗരീസ ഗമഗരീസ. ഏകാന്തജാലകം ജാലകം ഗമഗരീസ. സ തുറക്കൂ സരീരി മരിസനി സാരീരി മരിസനി. മാമാരി ഗമരിസ സാരീരി മരിസനി. അപ്പോൾ ആ മധ്യമൻ കട്ടിങ് വന്നാലും അത് കട്ടിങ് വരാത്ത വിധത്തിൽ നമ്മളത് ഫ്ലോയിൽ ഊതി അത് എടുക്കണം. ആദ്യത്തെ മാ നമുക്ക് ഈ ഗാന ഗമാരി രിഗ ഗമഗരി സാരി മരി സനി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എൻഡിലായിട്ട് വാലിൻ തുറക്കൂ സരി സദ പാദ പാദ പാസ. 1 2 സരി സദ പാദനിത പാദനിത പാസ. 1 2 സരി തുറക്കൂ 1 2 സരി സദ പാദനിത പാദനിത പാസ. പാദനിത അവിടെ ചെറിയ നീ ടച്ച് വരും. പാദനിത പാദനിത പാസ. അപ്പോൾ പാദ പാദ പാസ അങ്ങനെ നമ്മൾ പറയുന്നത്. അപ്പോൾ
ഏകാന്തജാലകം തുറക്കൂ സരിസദ പദ പദ പാസ. ഇങ്ങനെ ഒരു അത്രയും പാരമ്പര്യം. അപ്പോൾ ഇത് ഞാൻ അനുപലവി അത് തന്നെയാണ് ചരണവും. ഫുള്ളായിട്ട് ഞാൻ വായിക്കാം. അവിടെ അരികിൽ ദാനി സാനി അങ്ങനെ ഫ്ലൂട്ടിലൊരു ലിങ്ക് വരും. അരികിൽ ദാനി സാനി അത് അതിൻ്റെ കൂടെ ചേർന്ന് വായിച്ചു പോണതാ. റൺ. അത്രയും വന്നിട്ട് പിന്നെ പല്ലവി ഫുൾ വൺസ് വരും. അപ്പോൾ ഈ ആദ്യം പല്ലവി വായിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 2 ലിങ്കുകളുണ്ട്. സിത്താറും ഗ്ലോക്കൺസ്പെല്ല്, അതായത് ജലതരം കൂടി ചേർന്നിട്ട് ഇങ്ങനെ. അത് ഞാൻ പറയാം. 1 പാ 1 നീ നീ സാ നീ നീ സാ എന്ന് വരും ഫസ്റ്റ് പല്ലവിയിൽ. അപ്പം നീ നീ സാ നീ നീ സാ പിന്നെ ഒരു ലിങ്ക് കൂടി വരും. പവിഴമുന്തിരി പൂത്തു വിടർന്നു രിരിക രിരിക. ഇത് ആദ്യമായി വരുള്ളൂ, ഞാൻ പറയാൻ വിട്ടുപോയി, സോറി. അപ്പോൾ അതും സിത്താറും ജലതരംഗം കൂടി. അപ്പം അത്ര ഞാൻ വായിക്കാം. ഇത് ആദ്യമേ മാത്രമാണ് ഇനി നിസ എന്നുള്ള രീതികയും വരുള്ളൂ, ഫസ്റ്റ് മാത്രം. സെക്കൻഡ് വരുമ്പോൾ സെക്കൻഡ് പിന്നെ ഇടയ്ക്ക് വരുമ്പോഴും എല്ലാം ഈ നിസായും രീഗായൊന്നും ഇല്ലാതെ ഡയറക്റ്റ് വായിക്കും. അപ്പോൾ ഇടയ്ക്കുള്ള പല്ലയും ഞാൻ കട്ട് ചെയ്യാതെ ഒന്നിട്ട് വായിക്കാം. ഇങ്ങനെ ഇത് തന്നെയാണ് ചരണത്തിലും വരുന്ന ട്യൂൺ. ബാക്ക്ഗ്രൗണ്ട് സെയിം തന്നെ. നിന്റെ സ്വപ്നമദാലസനിദ്രയിൽ നിന്നെയുണർത്തും ഗാനവുമായി. അത് 2 പ്രാവശ്യം സെയിം തന്നെ.
വിശ്വമോഹിനി വിശ്വമോഹിനി നിൽപ്പു ഞാനേ വികാരസരസിൻ കരയിൽ എഴുന്നേൽക്കൂ സഖി എഴുന്നേൽക്കൂ ഏകാന്തജാലകം തുറക്കൂ സരിസദ പദ പദ പസ. അപ്പം നിന്റെ ഗമകരിക ഗ പ പരി രി രി ഗ ഗ ഗ മദദ പദ പദ പ മ മ. 2 പ്രാവശ്യം. പിന്നെ അടുത്ത ലൈൻ മദദ സ സ സ ദ പ മ രി പ മദദ സ സ സ രി സ ദ പ ദ പ മ മ ഗ ഗ ഗ ഗ ഗ പ ഗ രി സ നി ദ 1 പ നി 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 രി സ നി നി പ നി സ സ സ മ മ രി ഗ ഗ രി സ സ രി രി മ രി സ നി സ രി സ ദ പ ദ പ ദ പ സ 1 പ ദ ഗ രി സ സ സ സ സ സ സ 1 നി സ സ പ മ പ മ ഗ മ ഗ രി രി ഗ ഗ ഗ മ മ മ മ മ ദ മ ഗ രി സ നി 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 രി 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 ഗ രി സ രി ഗ രി സ സ സ. ഇങ്ങനെ സ്വരം നമ്മൾ എഴുതിയെടുത്ത് മനസ്സിലാക്കി വായിച്ചാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അനുപല്ലവിയും ചരണവും ഒരേപോലെ നമുക്ക് വായിക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് പരിപൂർണമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പാരിജാതം എന്ന ഗാനം ഇതോടുകൂടി പരിപൂർണമായിട്ട് തീർന്നു. ഇതിൻ്റെ ഫുൾ സോങ്ങായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും താങ്ക് യു. ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.